മൂവാറ്റുപുഴയിൽ സ്കൂൾ ബസ്സിന് പിന്നിൽ ടോറസ് ലോറി ഇടിച്ച അപകടം. മൂവാറ്റുപുഴ വിമലഗിരി ഇന്റർനാഷണൽ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് റിപ്പോർട്ട്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുമുണ്ട്. സഹിൻ ആന്റണി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സഹിൻ, ഈ 8:56 CCTVയിൽ കാണിക്കുന്ന സമയം. ആ സമയത്ത് ഈ സ്കൂൾ സമയത്ത് ഇങ്ങനെയൊരു ടോറസ് എങ്ങനെയാണ് റോഡിൽ ഇറങ്ങുക, ഇത്രയും വേഗത്തിൽ വന്ന് സ്കൂൾ ബസ്സിൽ ഇടിക്കുക? അങ്ങനെ കൃത്യമായ നിയമലംഘനം ഉണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും ഹർഷൻ, കൃത്യമായ നിയമലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂൾ ടൈമാണ്. ആ സമയത്ത് ടോറസ് ടിപ്പർ ലോറികളൊക്കെ പോകാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് മൂവാറ്റുപുഴ എന്ന് പറയുന്നത് നിരവധി പാറമടകൾ കൂടിയ പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അമിത വേഗത്തിലാണ് ഇതുവഴി ടിപ്പർ ടോറസ് ലോറികളൊക്കെ പാഞ്ഞു പോകുന്നത്. ഇന്ന് ഈ വിമലഗിരി ഇൻ്റർനാഷണൽ സ്കൂളിലെ സ്കൂൾ ബസ്സിന് പിന്നിൽ പോയി ഈ ടോറസ് ലോറി ഇടിച്ചത് നമുക്ക് ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 8:56 ആ സമയത്ത് ആ ബസ്സിൽ 20ഓളം വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ആ വിദ്യാർത്ഥികൾക്ക് കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുമുണ്ട്. വിദ്യാർത്ഥികളെയൊക്കെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ വാഹനം അതുവഴി കടന്നുപോയപ്പോൾ അവിടുത്തെ പോലീസിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ട്രാഫിക് പോലീസൊക്കെ നിരീക്ഷണത്തിൽ വെക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഈ സ്കൂൾ വിദ്യാർത്ഥികളുമായി ബസ്സുകൾ കടന്നു പോകുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ട്രാഫിക് പോലീസ് കാര്യമായത് പരിശോധിക്കേണ്ടതാണ്. എന്നാൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു പരിശോധന ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. ബസ്സിൻ്റെ പിന്നിൽ വന്നാണ് ഈ ലോറി ഇടിക്കുന്നത്. അമിത വേഗത്തിലായിരുന്നു ഈ ലോറി അതുവഴി കടന്നു പോയതും ഹർഷൻ.